പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിൻ്റെ അടുത്ത വചനത്തിൽ പറയുക, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കണം. കാരണം നിങ്ങളെക്കുറിച്ച് മാത്രമല്ലേ പറയുന്നത്, നിങ്ങളുടെ മുമ്പേ ഉണ്ടായിരുന്ന അഭിഷക്തരെക്കുറിച്ച്, പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ ഇങ്ങനത്തെ അപവാദങ്ങൾ, കള്ളങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പ്രതികരിക്കാതെ നിന്നതുകൊണ്ട്, അവരെല്ലാം ആ പ്രതികൂലങ്ങളിൽ സന്തോഷിച്ചതുകൊണ്ട് പിന്നത്തേതിൽ അവരിലൂടെയൊക്കെ ദൈവനാമം മഹത്വമെടുത്തു. നമുക്ക് അങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ അറിയായിരിക്കുമല്ലേ. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പം, നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചില അപവാദങ്ങൾ നിങ്ങൾ കേട്ടേക്കാം. ഇന്ന് അപ്രകാരമുള്ള ചില അനുഭവത്തിലൂടെ അല്ലേ കടന്നു പോകുന്നത്. ഈ തകർച്ച, ഈ ബ്രോക്കൺനെസ് നിങ്ങളെ എന്നേക്കുമായി മുടിച്ചു കളയേണ്ടതിനല്ല കേട്ടോ. നിങ്ങളെ പേരുദോഷം വരുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട് വരുത്തേണ്ടതിനൊന്നുമല്ല. നിങ്ങൾ നിഷ്കളങ്കരാ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല എന്നൊക്കെ നിങ്ങളുടെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥന് നന്നായിട്ട് അറിയാം. അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെപ്പോലും തിരിച്ചറിയുന്നവനല്ലേ. പക്ഷെ വചനത്തിൽ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പഴിക്കും, ദുഷിക്കും, ഉപദ്രവിക്കും, നിങ്ങൾ അത് പറഞ്ഞു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയും, അപവാദം പറയും. ഇതൊക്കെ കേൾക്കുമ്പം ആ രണ്ട് കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി പറയണം, ഓ ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവതി, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്രകാരമുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചത് എന്നെ കൂടുതൽ ശോഭയായ ഒരു വ്യക്തിയായി പുറത്ത് കൊണ്ടുവരേണ്ടതിനാ എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. മാത്രമല്ല സന്തോഷിച്ചങ്ങ് ഉല്ലസിക്കണം, സെലിബ്രേറ്റ് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞാൻ കരഞ്ഞ് ദുഃഖിച്ചൊന്നും ഇരിക്കത്തില്ല. പകരം ഞാൻ എൻ്റെ ദൈവത്തെ വേർഷിപ്പ് ചെയ്യും, ദൈവത്തെ സ്തുതിക്കും. ഇതിനൊന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിപ്പാൻ കഴിയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ ഒന്ന് നോക്കിക്കേ, ശ്രദ്ധിച്ച് കേട്ടെ. ഇന്ന് കേൾക്കുന്ന അപവാദങ്ങൾ, നിങ്ങളെക്കുറിച്ച് കളവായി പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകൾ, ചില കൂടിയാലോചനകൾ, ഇതൊക്കെ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡാനിയൽ സിംഹത്തിൻ്റെ ഗുഹയിലായിരുന്നപ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ തന്നോടൊപ്പം തന്നെ ചുറ്റി പരിപാലിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. ഗർജിക്കുന്ന സിംഹങ്ങൾ പോലെ നിങ്ങൾക്ക് ചുറ്റും അപവാദം പറയുന്ന, കളവ് പറയുന്ന നാവുകൾ എത്ര ഉയർന്നാലും നിങ്ങളുടെ രോമത്തിൽ ഒന്നിനു പോലും കേടുവരത്തില്ല. നിങ്ങൾക്കൊരു ക്ഷീണവും സംഭവിക്കത്തില്ല. അവിടെ ഇരുന്നൊന്ന് സെലിബ്രേറ്റ് ചെയ്തേ, ഒന്ന് റിജോയ്സ് ചെയ്തേ. എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടാ, അവിടുന്ന് അറിയാതെ അല്ല. ഞാൻ ഭാഗ്യവതിയാ, ഞാൻ ഭാഗ്യവാനാ. സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലം വലുതാ. എൻ്റെ കിരീടത്തിൽ മുത്തുകളുടെ എണ്ണം വർദ്ധിക്കുകയാ, എൻ്റെ ശോഭ വർദ്ധിക്കുകയാ. ദൈവത്തെ സ്തുതിച്ചേ, ഹല്ലേലൂയ. നിരുത്സാഹപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഉള്ളങ്ങളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ധൈര്യപ്പെടുത്തട്ടെ, ഇപ്പോൾ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചതിന് നന്ദി. ഞങ്ങൾക്ക് ആരെയും നിയന്ത്രിക്കാൻ പറ്റില്ല, ആരുടെയും നാവിനെ അടയ്ക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നിഷ്കളങ്കത്വം തെളിയിക്കാനൊന്നും ഞങ്ങൾ പോകില്ല. ഞങ്ങൾക്ക് വിരോധമായി ഉയരുന്ന ശബ്ദങ്ങൾ, വാക്കുകൾ, കൂടിയാലോചനകൾ, അതെല്ലാം കാണുന്ന സ്വർഗമാണല്ലോ. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ സന്തോഷിക്കുവാൻ, ഞങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് എണ്ണുവാൻ അടിനെയും എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. താങ്ക് യു മൈറ്റി ഗോഡ്. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾക്ക് അങ്ങേ ഒത്തിരി വേണം, ഞങ്ങൾക്ക് എപ്പോഴും അങ്ങേ വേണം. അങ്ങില്ലാതെ ഞങ്ങൾക്കൊന്നും വേണ്ട.
ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ആരെയും പ്ലീസ് ചെയ്യുന്നതിനേക്കാൾ അധികം ഞങ്ങൾക്ക് അങ്ങയെ പ്ലീസ് ചെയ്യണം. ഞങ്ങളുടെ സ്നേഹം മുഴുവനും അങ്ങയ്ക്ക് മാത്രം. അത് മറ്റാർക്കും കവരുവാൻ സാധ്യമല്ല. വി ലവ് യു ലോർഡ്. ഞാനും എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും ഞങ്ങൾ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു. ഈ ലോകത്തിലെ ഒരു സാഹചര്യങ്ങൾക്കും അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ സാധിക്കത്തില്ല. ഞങ്ങളെ ആരെയും വേർപിരിക്കത്തില്ല. ഞങ്ങൾ ഉറച്ചു നിൽക്കാം. ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. അവരുടെ ഹൃദയത്തിനേറ്റ ചില മുറിവുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ തൈലം ആ മുറിവുകളുടെ മേൽ ഇപ്പോൾ ഒഴിക്കണമേ. ഹല്ലേലൂയ. മഹത്വ അപ്പായ്ക്ക് പ്രത്യേകാൽ ഞങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നവരെല്ലാം ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് വിരോധമായി ഇപ്പോൾ ആരാ സംസാരിക്കുന്നത്? ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്? അവരെ ഒന്ന് ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചേ. നമുക്ക് ഒരുമിച്ചൊന്ന് അനുഗ്രഹിക്കാം. കർത്താവെ, അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർ ചെയ്യുന്നത്, അവർ പറയുന്നത് എന്തെന്ന് അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. വി ഓണർ യു ലോർഡ്. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ക്ഷീണിക്കല്ല, പതറല്ല, ധൈര്യമായിട്ടിരിക്കുക. വചനം നമുക്കുണ്ട്. വചനം ഓരോ ദിവസവും നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. വിട്ടുപിരിയാത്ത ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയില്ലേ? പിന്നെ എന്തിനാ ഭാരപ്പെടുന്നേ? ഒന്ന് പുഞ്ചിരിച്ചേ. ആ ദുഃഖങ്ങളെല്ലാം മറന്നേ. ബ്ലെസ് യു.